ഇതിലിപ്പോൾ ആലപ്പുഴയെക്കുറിച്ച് സുരേഷ് ഗോപി നടത്തിയ ചില പരാമർശങ്ങളുണ്ട്. അങ്ങോട്ടേക്ക് വികസനം എത്തിയിട്ടില്ല എന്നതുൾപ്പെടെ അത് രൂക്ഷ വിമർശനത്തിന് വിധേയമാവുകയും ചെയ്തിട്ടുണ്ട്. BJP-യുടെ ഈ തരത്തിലേക്കുള്ള നിലപാട്, അത് കേന്ദ്രമന്ത്രി പറയുന്ന നിലപാടിനെ KC വേണുഗോപാൽ സ്വാഗതം ചെയ്യുമ്പോൾ CPIM അത് ഭിന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. ജില്ലാ നേതൃത്വത്തിന്റെ പ്രതികരണം, R നാസറിന്റെ പ്രതികരണം, അത് നമ്മൾ ഇന്നും കണ്ടു. തീർച്ചയായും അനുജ, പെട്ടെന്നൊരു ദിവസം സുരേഷ് ഗോപി ആലപ്പുഴയിലെത്തി നടത്തിയ ഒരു പ്രഖ്യാപനമായിരുന്നു ആലപ്പുഴയിലേക്ക് തന്നെ എയിംസ് വേണം എന്നുള്ളത്. അതിനുശേഷമാണ് അത് വലിയ രാഷ്ട്രീയ ചർച്ചയാകുന്നതും വിവാദങ്ങളിലേക്ക് കടക്കുന്നതും. ഇപ്പോൾ ദിവസങ്ങൾ പിന്നിട്ട ശേഷം ആലപ്പുഴയിൽ ഇത് വലിയ രാഷ്ട്രീയ പോരായി മാറിയിരിക്കുകയാണ്. CPIM-ഉം കോൺഗ്രസും BJP-യും ഈ വിഷയത്തിൽ 3 നിലപാടാണ് സ്വീകരിക്കുന്നതെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. സുരേഷ് ഗോപി നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. അതേസമയം ഇന്ന് R നാസറിൻ്റെ, അതായത് CPIM ജില്ലാ സെക്രട്ടറി പ്രതികരണം, അത് സുരേഷ് ഗോപിയെ കടന്നാക്രമിച്ചുകൊണ്ടുള്ളതാണ്. സുരേഷ് ഗോപിയുടെ ഉഡായിപ്പാണ് ഈ പ്രഖ്യാപനങ്ങളൊക്കെ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. കേന്ദ്ര ആരോഗ്യ വകുപ്പ് പ്രഖ്യാപിക്കാത്ത ഒരു കാര്യം എങ്ങനെ സുരേഷ് ഗോപിക്ക് പ്രഖ്യാപിക്കാനാകും? അത് പറയാൻ സുരേഷ് ഗോപി ആരാണ് എന്നുള്ളതാണ് അല്പം കടന്നുള്ള R നാസറിന്റെ ചോദ്യം. അതിന് പിന്നാലെ KC വേണുഗോപാൽ ഇതിനെ സ്വാഗതം ചെയ്യുകയാണ്. ആലപ്പുഴയിലേക്ക് എയിംസ് വരണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ നിലപാട്. അതിന് ആവശ്യമായ ഇടപെടൽ സുരേഷ് ഗോപി ഇനിയും നടത്തണമെന്നുകൂടി KC വേണുഗോപാൽ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇന്ന് V മുരളീധരൻ ആലപ്പുഴയിൽ എത്തിയിരുന്നു. അദ്ദേഹവും പറയുന്നത് ഈ പറയുന്ന അഭിപ്രായങ്ങളെല്ലാം അത് പാർട്ടി നേതാക്കളുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ്. കേന്ദ്രം ഇന്നേ വരെ BJP സംസ്ഥാന നേതൃത്വത്തോട് എയിംസുമായി ബന്ധപ്പെട്ട യാതൊരു കാര്യവും അറിയിച്ചിട്ടില്ല, അതിനെക്കുറിച്ച് ആലോചിക്കുന്നു പോലുമില്ല എന്നുള്ളതാണ് V മുരളീധരൻ പറയുന്നത്. എന്തായാലും പ്രഖ്യാപിക്കുക പോലും ചെയ്യാത്ത, കേന്ദ്ര സർക്കാർ ആലോചിക്കുക പോലും ചെയ്യാത്ത ഒരു എയിംസ്, കേരളത്തിലേക്ക് വരുന്ന എയിംസിനെ ചൊല്ലിയുള്ള വലിയ രാഷ്ട്രീയ തർക്കങ്ങളാണ് ആലപ്പുഴയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അനുജ, അതാണ് എയിംസുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നടത്തിയ ഒരു പരാമർശം. അത് എല്ലാ ദിവസവും വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.